നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മോതിരം നാളത്തെ പിറന്നാൾ ഫംഗ്ഷനിൽ വെച്ച് നീ പ്രണവിന്റെ വിരലിൽ അണിയിച്ചു കൊടുക്കണം. ഇത് നീ പ്രണവിന് കൊടുക്കുന്ന നിന്റെ പിറന്നാൾ സമ്മാനമാണ്. ഞാനെന്തിനാ ഈ പ്രണവിന് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്? അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? നിനക്ക് വലിയ പ്രയോജനങ്ങളാ വരാൻ പോകുന്നത്. ഈശ്വരമംഗലത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവളല്ലേ നീ? അതെ. എങ്കിൽ പിന്നെ ഒരുപാട് മറു ചോദ്യങ്ങളൊന്നും വേണ്ട. പറയുന്നത് അനുസരിച്ചാൽ മതി. നിന്റെ കൈകൊണ്ട് പ്രണവിനെ നീ ഈ മോതിരം അണിയിക്കണം. വസുന്ധര മാഡത്തിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് പിടികിട്ടി. ഗുഡ്. നിന്നേക്കാളും ബുദ്ധിയുണ്ടല്ലോ ശിവാനി നിന്റെ അമ്മയ്ക്ക്. വേഗം കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്ക ശിവാനി. നോക്ക്, ഗൗതമിനെയും നിധിയും ഇനി വേർപിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ മറത്തലയും ഗൗതം തലയിൽ ചുമന്നുകൊണ്ട് നടക്കല്ലേ. ഗൗതമിനെ ഇനി നിനക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അത് ശരിയാ. നിധിയെ ഈശ്വരമംഗലത്ത് നിന്നും പുറത്താക്കണമെങ്കിൽ നീ അവിടെ ഉണ്ടായേ മതിയാവൂ. അത് വെറുതെ നീ വന്നാലൊന്നും പോരാ. ഈശ്വരമംഗലത്തെ മരുമകളായി തന്നെ നീ വരണം. ഈശ്വരമംഗലത്തെ അടുത്ത മരുമകളായി പ്രണവിന്റെ ഭാര്യയായി നീ അവിടേക്ക് കയറി വരണം. അതിന്റെ തുടക്കമാണ് ഈ മോതിരം.